ഹായ് ഗായ്സ്, നമുക്കിന്ന് 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ കോൺഫ്ലോറും ജെലറ്റിനും ചൈനഗ്രാസും ഒന്നും ഇല്ലാതെ ഒരു പുഡിംഗ് റെസിപ്പി കണ്ടാലോ. ഇത് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. പുഡിംഗ് സെറ്റ് ചെയ്യാനായി ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്യാനായി ഞാൻ ഇവിടെ 1/4 കപ്പ് ഷുഗർ ആണ് എടുക്കുന്നത്. കാരമലൈസ് ചെയ്യുമ്പോൾ വെള്ളം ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ കാരമലൈസ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. പുഡിംഗ് ട്രേയിൽ ഇരുന്ന് കാരമലൈസ് സെറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാട്ടോ. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റോപ്പിന് മേലെ ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 250 ml പാലാണ് ഞാൻ ആഡ് ആക്കി കൊടുക്കുന്നത്. ഷുഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഞാൻ 1/4 കപ്പ് ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. പാല് ഒരു പകുതി ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാവേ. എഗ്ഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗും മിൽക്കും തമ്മിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഞാൻ ഇവിടെ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇവിടെ 1 ഡ്രോപ്പ് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വാനില എസൻസ് ഇല്ലാത്ത ഒരു ഏലക്കയുടെ പൊടിയാകും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പാൽ ഏകദേശം തിളക്കാറാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇവിടെ റോസ്റ്റർ റവയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പുഡിംഗ് നല്ല ക്രീമി ആൻഡ് ജിഗ്ലി ടെക്സ്ചറിൽ വേണമെന്നുള്ളവര് ഈ ഒരു പരിവാകുമ്പോൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇനി കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളവര് ഈ ഒരു പരിവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ക്രീമി ടെക്സ്ചറിനെക്കാളും ഇഷ്ടം ഈ കട്ട് ചെയ്ത് കഴിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ടിന്നിലേക്ക് മാറ്റി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും സംഭവം സെറ്റ് ആയി കിട്ടുവേ. പുഡിംഗ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാവേ. എനിക്ക് പിന്നെ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇത് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയേ. അങ്ങനെ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിനെ ശരിക്കും പുഡിംഗ് എന്നാണോ പറയാന്നൊന്നും എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഇത് പുഡിംഗ് അല്ലെങ്കിലും എനിക്കിത് പുഡിംഗ് തന്നെയാണ് കേട്ടോ. പുഡിംഗ് എന്ന് കേട്ടറിവ് മാത്രമുള്ള കാലത്ത് ഉണ്ടാക്കി പഠിച്ചതാണ് ഈ ഐറ്റം. പെട്ടെന്നൊരു പുഡിംഗ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് നിർവൃതി അണയാവുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടവരെല്ലാവരും താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.